വെൽക്കം ടു നാവിൻ രുചി. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് കേട്ടോ നമ്മൾ ലോങ് വീഡിയോസ് ഇട്ട് തുടങ്ങുന്നത്. അപ്പോൾ എല്ലാ സബ്സ്ക്രൈബേഴ്സും മറക്കാതെ കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് തന്തൂരി മഷ്റൂം പിസ്സയാണ്. വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഹോം മെയ്ഡ് പിസ്സ എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കാം. അതിനായി ഒരു ബൗളിൽ 1 കപ്പ് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂടെ 1.5 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഈസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കാം. ഈ ഒരു നേരം കൊണ്ട് നമുക്കൊരു ബൗളിൽ 2 കപ്പ് മൈദയും 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു നേരം കൊണ്ട് ഈസ്റ്റ് നന്നായി ആക്ടിവേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുന്ന സമയത്ത് കയ്യിൽ നന്നായി ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. അപ്പോൾ നമ്മളുടെ മാവ് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല കയ്യിലൊക്കെ ഒട്ടുന്ന പരുവത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഈ ഒരു മാവ് ഒരു പ്ലെയിൻ ആയിട്ടുള്ള സർഫസിലിട്ട് 2 കൈ കൊണ്ടും നന്നായി നീ ചെയ്തെടുക്കുക. ഇത് ചെയ്ത് വരുമ്പോൾ നമ്മളുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നതൊക്കെ കുറഞ്ഞു വരും. ഇനി നമുക്കിതൊന്ന് 3/4 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മളുടെ മാവ് നന്നായിട്ട് ഡബിൾ സൈസായി വരണം. ഇനി നമുക്ക് തന്തൂരി മഷ്റൂം തയ്യാറാക്കി എടുക്കാം. അതിനായി ഒരു ബൗളിൽ 1/2 കപ്പ് കേർഡും 1/2 ലെമൺ പിഴിഞ്ഞതും 1 ടീസ്പൂൺ തന്തൂരി മസാലയും ആവശ്യത്തിന് ഉപ്പും 100 ഗ്രാം മഷ്റൂമും ചേർത്ത് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു 10 മിനിറ്റ് നമുക്ക് മസാല പിടിക്കാനായി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പിസ്സയ്ക്ക് വേണ്ട പിസ്സ സോസ് തയ്യാറാക്കി എടുക്കാം. അതിനായി ഒരു പാനിൽ വെള്ളം ചൂടാക്കിയ ശേഷം അതിലേക്ക് 3 തക്കാളി ചെറുതായി ഒന്ന് കീറിയ ശേഷം ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുക്കാം. കൂടെ 1/2 സവാളയും 3 വറ്റൽമുളകും ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായി തിളച്ചതിന് ശേഷം ഇതിൻ്റെ വെള്ളമൊക്കെ മാറ്റി ഇതൊന്ന് ചൂടാറാൻ വെക്കാം. ചൂടാറിയതിന് ശേഷം നമ്മളുടെ തക്കാളിയുടെ തൊലിയൊക്കെ മാറ്റി എന്നിട്ടിത് മിക്സി ജാറിലിട്ട് ചെറിയ തരിതരിപ്പോടെ അരച്ചെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 5 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് അരച്ചെടുത്ത തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് റോസ് സ്മെല്ല് മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മളുടെ തക്കാളി നന്നായി റോസ് സ്മെല്ലൊക്കെ മാറി ചെറുതായി ഒന്ന് തിക്ക് കൺസിസ്റ്റൻസിയിലായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ പെപ്പറും 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 2 ടേബിൾ സ്പൂൺ കെച്ചപ്പും പുളിക്ക് ആവശ്യമായ വിനീഗറും ഒഴിച്ച് നന്നായി ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഓർഗാനോ ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇപ്പോൾ നമ്മളുടെ പിസ്സ സോസ് നന്നായി കുറുകി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ടൈമിൽ നമ്മളുടെ മഷ്റൂം നന്നായി ഫ്രൈ ചെയ്തെടുക്കാം.
അതിനായി ഒരു പാനിൽ 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് നന്നായി ചൂടായി വരുമ്പോൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന മഷ്റൂം ഓരോന്നായി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഇളക്കി ഫ്രൈ ചെയ്തെടുക്കാം. ഓവൻ ഉള്ളവർ ഇത് ഗ്രില്ല് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ നോർമലായിട്ട് ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ മഷ്റൂം ഇപ്പോൾ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 3/4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ പിസ്സ ബേസ് നന്നായി ഡബിൾ സൈസിൽ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളുടെ കയ്യിൽ ചെറുതായി ഒന്ന് പിടിക്കുന്നതൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ നന്നായി കുഴച്ചെടുത്താൽ ഒട്ടും തന്നെ നമ്മളുടെ കയ്യിൽ മാവ് പിടിക്കുന്നതായിരിക്കില്ല. എന്നിട്ടിത് രണ്ടായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം കുറച്ച് മൈദ ഒന്ന് ചെറുതായി ഡസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മാവ് ഓരോന്നായി പരത്തിയെടുക്കാം. അങ്ങനെ ഇപ്പോൾ ഞാൻ ചെറുതായി ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഓവൻ ട്രേയിൽ വെച്ചാണ് പരത്തി എടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ മാവ് ഇപ്പം നന്നായി പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പിസ്സ സോസ് ഒഴിച്ച് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ പിസ്സ സോസ് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ മൊസറല്ല ചീസ് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജീസ് ഏത് വേണേലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒണിയനും ക്യാപ്സിക്കവും ബോയിൽഡ് സ്വീറ്റ് കോണുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂമും ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ മഷ്റൂം എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ ഇഷ്ടമുള്ള സീസണിങ്സ് ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഓർഗാനോവും ചില്ലി ഫ്ലേക്സുമാണ് ആഡ് ചെയ്തേക്കുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മളുടെ പിസ്സ ബേസ് റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതിനായി ഞാൻ ഓവൻ ഒന്ന് 10 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 200 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ തന്തൂരി മഷ്റൂം പിസ്സ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം. സുധേ, എന്നാ ഞാൻ ഉണ്ടാക്കിയ പിസ്സ. അടിപൊളിയായിട്ടുണ്ടല്ലോ, നല്ല സ്മെല്ല്. കഴിക്കട്ടെ? അടിപൊളിയായിട്ടുണ്ട് മഷ്റൂം തന്തൂരി പിസ്സ. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.